ക്രിസ്തുമസ് ദിനത്തിൽ ഡീസൽ തീർന്ന് യാത്ര മുടക്കി കെ.എസ്.ആർ.ടി.സി ബസ്. തിരുവനന്തപുരത്ത് നിന്നും മുക്കം വഴി വയനാട് ബത്തേരിയിലേക്ക് പോകുന്ന കെ.എസ്.ആർ.ടി.സിയുടെ മിന്നൽ ബസ്സാണ് മുക്കത്തെത്തിയപ്പോൾ ഡീസൽ തീർന്ന് യാത്ര മുടങ്ങിയത്. തിരുവനന്തപുരത്ത് നിന്നും മുക്കം വഴി വയനാട് ബത്തേരിയിലേക്ക് പോകുന്ന കെ.എസ്.ആർ.ടി.സിയുടെ മിന്നൽ ബസ്സാണ് മുക്കത്തെത്തിയപ്പോൾ ഡീസൽ തീർന്ന് യാത്ര മുടങ്ങിയത്. ക്രിസ്മസ് ആഘോഷത്തിനുൾപ്പെടെ പോകുന്ന സ്ത്രീകളും കുട്ടികളും അടങ്ങുന്ന നിരവധി യാത്രക്കാരാണ് ബസ്സിലുണ്ടായിരുന്നത്. യാത്ര മുടങ്ങിയതോടെ ബസ് ജീവനക്കാരും യാത്രക്കാരും തമ്മിൽ വാക്കുതർക്കവുമുണ്ടായി. ടെക്നിക്കൽ കംപ്ലൈന്റ് ആണ്, നമുക്ക് മനസ്സിലാവും. ഡീസൽ തീർന്ന് നിങ്ങൾ നോക്കാത്തത് കൊണ്ട് മാത്രമാണ്. സംസാരിക്കാതിരിക്കണമല്ലോ, നിങ്ങൾ ശ്രദ്ധിക്കാത്തത് തന്നെ അല്ലേ? അത് നിങ്ങൾ സമ്മതിക്കും. ആറ്റിറ്റ്യൂഡാണ് പ്രശ്നം. ഈ ആറ്റിറ്റ്യൂഡ് ആർക്ക് കംപ്ലൈന്റ് ചെയ്താലും ഞങ്ങൾക്ക് ഒരു ചുക്കില്ല എന്നുള്ള ആറ്റിറ്റ്യൂഡില്ലേ, അത് ശരിയല്ല. ഇവിടെയുള്ള ആളുകൾ സംസാരിക്കാത്തതുകൊണ്ട് അത് ശരിയല്ല. എന്താ നിങ്ങൾ ഞങ്ങൾ ഈ യാത്രക്കാരെ വഴിയിൽ ഇറക്കി വിടുന്നതിൽ ഒരു ഉത്തരവാദിത്തമില്ല നിങ്ങൾക്ക്? ബുധനാഴ്ച രാത്രി 11 മണിക്ക് തിരുവനന്തപുരത്ത് നിന്നും പുറപ്പെട്ട് വ്യാഴാഴ്ച രാവിലെ ബത്തേരിയിലെത്തേണ്ട ബസ്സാണ് വഴിയിൽ കുടുങ്ങിപ്പോയത്. ഈ മിന്നൽ കാരണം സ്ഥിരം യാത്രക്കാരാണ് നമ്മൾ. ഡീസൽ എത്ര സമയം അവരെ പെരുന്തൽമണ്ണയിട്ട് അവിടെ ഡീസൽ അടിച്ചുവിടായിരുന്നു അവർക്ക്. പിന്നെ ഒരു 10-15 മിനിറ്റോളം പെരുന്തൽമണ്ണ ഉണ്ടായിരുന്നു. മുക്കത്തിനടുത്ത് നോർത്ത് കാരശ്ശേരിയിൽ ഡീസൽ തീർന്നതോടെ ആദ്യം കുറച്ച് ഡീസൽ ഡ്രൈവർ തൊട്ടടുത്ത പമ്പിൽ നിന്നും എത്തിച്ചെങ്കിലും ബസ് സ്റ്റാർട്ടാവാതെ വന്നതോടെ തിരുവമ്പാടി ഡിപ്പോയിൽ വിവരം അറിയിക്കുകയായിരുന്നു. പിന്നീട് തിരുവമ്പാടി ഡിപ്പോയിൽ നിന്നും ഡീസലും മെക്കാനിക്കും എത്തിയാണ് ബസ് സ്റ്റാർട്ട് ചെയ്ത് യാത്ര തുടർന്നത്. രാവിലെ 8 മണിയോടെ കുടുങ്ങിയ ബസ് 10:15 യാത്ര ആരംഭിച്ചത്. ന്യൂസ് ബ്യൂറോ, മുക്കം.